ओम जयंती मंगला काली भद्रकाली नमोस्तुते स्वाहा सुधा नमोस्तुते काली महाकाली भद्रकाली नमोस्तुते कुलं च कुलधर्मं च मां च मालय भालय नमोस्तुते ओम श्री महादेव्यै नमः ओम श्री मंगलतंबिकायै नमः നമ്മുടെ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭാഭിഷേകത്തിനുള്ള ഒരു ചടങ്ങാണ്. നമ്മുടെ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്കോ നമുക്ക് എന്തെങ്കിലും ഒരു മംഗളകർമ്മം നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യും ആദ്യം സ്വീകരിക്കും അല്ലേ. എല്ലാവരും നമ്മുടെ ഓരോരുത്തരും ക്ഷേത്രത്തിൽ വരുമ്പോൾ ദേവിക്കാണ് അല്ലേ. അപ്പൊ നിങ്ങളെല്ലാം ആരാണ് ദേവി അമ്മയുടെ കൂടെ. അപ്പം ദേവി എന്താണ് ചെയ്യുന്നത്? നിങ്ങളെല്ലാം സ്വീകരണം ചെയ്യും. ഇങ്ങനെ ഒരു സ്വീകരണം നമ്മുടെ ക്ഷേത്രം നമുക്കാണ് മംഗളകർമ്മമായിട്ട് കഴിയുന്നത്. നഗരത്തിൽ ഭാവിയെ നല്ല രീതിയിൽ കഴിയുന്നത്. അപ്പം ഇവിടെ മക്കളായിരിക്കുന്നത് സന്തോഷം. അപ്പൊ അതിനുവേണ്ടി ഈ ദക്ഷിണ തന്നത് ആരാണ്? ഈ കമ്മിറ്റിയോ അല്ലെങ്കിൽ കോട്ടിയോ അല്ല, തന്നത് ആരാണ്? അടുത്തിരിക്കുന്ന ദേവിയാണ്. അപ്പം അതുപോലെ തന്നെ നമുക്കെല്ലാവരും ഇന്നുള്ള ജീവിതത്തിൽ നമുക്ക് പൈസ വേണം അല്ലേ. പൈസ കൊടുത്തത് അതിന് പൈസ കൊടുത്ത് അതിൽ പൈസ മാത്രമല്ല മംഗളം ഉണ്ടാവും. അതിനെല്ലാം ബാക്കിയൊക്കെയാണ് കുറച്ച് കാര്യമായിട്ട് ദേവി തന്നു. അപ്പം നമുക്ക് മംഗളം വരണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. നമുക്കെല്ലാം നല്ല ഐശ്വര്യങ്ങളാണ്. എന്താണ് ചെയ്യേണ്ടത്? ഐശ്വര്യം കടയിൽ പോയി കിട്ടുമോ? കടയിൽ പോയി കിട്ടും അല്ലേ. ഐശ്വര്യം നമുക്ക് പഠനം ചെയ്യണം. ഈശ്വര വഴിപാട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ ഈശ്വര വഴിപാട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നത്, ഒരു കുടുംബം നടക്കുന്നത്. നാടി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാക്കും. ആ സമയത്ത് തോന്നുന്നു ചെയ്യും. പക്ഷെ ഈ ക്ഷേത്രം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നിത്യവേണമെന്നില്ല അല്ലേ. ഉടമകളൊന്നുമില്ല. അപ്പൊ ഇത് ജനങ്ങളെ സംഘടിക്കുന്ന ഒരു നികേതനമാണ്. അതുപോലെ തന്നെ എന്താവും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യണം. ജീവിതത്തിൽ നമുക്ക് വെളിച്ചം ഉണ്ടാകും. ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകും? ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ എല്ലാ ഈ ഭൂമിയിൽ വെച്ച് എല്ലാവർക്കും ഒരു 18 തരത്തിലുള്ള കഷ്ടങ്ങൾ വരും. അപ്പൊ പൈസ സംബന്ധിച്ചുള്ള കഷ്ടങ്ങൾ വരാം, രോഗം സംബന്ധിച്ചുള്ള കഷ്ടങ്ങൾ വരാം, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള സാധ്യത. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 18 തരത്തിലുള്ള കഷ്ടങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ വിഷപ്പിലാണെങ്കിൽ നമുക്ക് എന്താണ് പരിഹാരം? വിഷപ്പിൽ പരിഹാരം ആഹാരം, ദാഹത്തിന് പരിഹാരം ദൈവത്തിന് പരിഹാരം നല്ലതല്ലേ. അപ്പൊ നമ്മുടെ കഷ്ടത്തിന് പരിഹാരം എന്താണ്? ജീവിതത്തിൽ ഒരു രോഗം വരുന്നത്. അപ്പൊ നമ്മൾ ഡാക്ടറെ വിശ്വസിച്ചു അല്ലെ. ഡാക്ടറുടെ പോയാൽ നമുക്ക് എന്താവും? രോഗം ഗുണമാകും. അപ്പൊ അവിടെ പോകുമ്പോ എല്ലാവരും ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഡാക്ടറുടെ അടുത്ത് 2 പേരെ വിളിച്ചു പോകും. 2 പേരെ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഒരാള് എന്തായി? ഒരാൾ വേർപെട്ട് കേൾക്കാം. അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഡാക്ടർ എന്തായി രക്ഷപ്പെടുത്തി അല്ലേ. അപ്പൊ ഇന്നൊരു എന്താവുമ്പോ എന്താ പ്രത്യേക കണ്ടീഷൻ ആവുമ്പോ അപ്പം ഒരുത്തരെ രക്ഷപ്പെടുത്തി ഡാക്ടർ എന്തുകൊണ്ട് ഒരേ ഡാക്ടറാണ് അങ്ങനെ അറിയാം ആ രോഗത്തിന് ചെയ്യാം വേറെ അറിയാം. പക്ഷെ ഒരാളുടെ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഡാക്ടർ എന്തുകൊണ്ട് ഇന്നൊരാളെ രക്ഷപ്പെടുത്താത്തത്? ഒരാൾക്ക് ജീവൻ നൽകിയ ഡാക്ടർ എന്തുകൊണ്ട് ഇന്നൊരാൾക്ക് ജീവൻ നൽകാൻ അല്ലെ. അപ്പം ആ വിധിയുള്ള ഒരു കലയെഴുത്ത് അപ്പം ആ കലയെഴുത്ത് പ്രകാരം നമുക്ക് കാണാം വിധിയിൽ എഴുതിയിട്ടുള്ള പ്രകാരം ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളൊക്കെ മാറുന്ന ദൈവ വഴിപാട് ചെയ്തിട്ടില്ലേ. കേരളങ്ങളിൽ വന്ന് തന്നെ ചെയ്യണം. അതിൽ വേറെ ഒരു മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും അസുഖം നമ്മുടെ ആളുകൾ മൂവാംഗികളെ ഓടിക്കും. ആ മൂവാംഗിക ഡാക്ടർ എന്താണ് ചെയ്യുന്നത്? അവിടെ ഒരു 100 ഡാക്ടർമാരുണ്ട്, 100 പിള്ളേർ ഡാക്ടർ പഠിക്കുന്നുണ്ട്. കൂടി വരയ്ക്ക് ഡാക്ടർ പഠിക്കുന്ന സ്പെഷ്യൽ ഡാക്ടർമാരൊക്കെ അല്ലേ. അത് നടത്തുന്നത് ഒരു ഡാക്ടറാണ്. പക്ഷേ ആ പ്രധാന ഡാക്ടർ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ ക്ഷേത്രം എന്തുകൊണ്ട് വരണം? ഡാക്ടർ എന്താണ് ചെയ്യുന്നത്? ജീവൻ രക്ഷിക്കാൻ ഇഷ്ടംപോലെ പൈസ. പക്ഷെ ഡാക്ടർ പറയാം നമ്മൾ ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അസുഖം ഒരിക്കലും നമ്മൾ ഡാക്ടർ
വിശ്വസിക്കുന്ന ആരാണ്? അപ്പൊ അതുകൊണ്ടാണ് ഓരോ ആസ്പത്രിയിലെ കൂടുതലും ഓരോ ക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെ ആസ്പത്രികൾ പറയാൻ ഉണ്ടാവും. നടത്തി ക്ഷേത്രങ്ങൾ നടത്തി ദൈവം അവരെ വിശ്വസിക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ രോഗം പൂർണ്ണജന്മാർത്ഥം പാപം വ്യാധി രൂപേണ ഗായത്രി തൽശാന്തി ഔഷധ ദാന ജപഹോമാർച്ചനാണ്. അപ്പൊ നേരത്തുള്ള നമുക്കെന്താവും? ചില പാപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ചില ദുഷ്ടങ്ങൾ നമുക്കെന്താവും? രോഗത്തിന്റെ വഴിയിൽ നമുക്ക് എന്ത് ചെയ്ത് അത് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഔഷധം ചെയ്യണം നോക്കണം. പക്ഷെ ഔഷധം മാത്രം നോക്കിയാൽ പോരാ. ഔഷധം ജപ ഹോമ അർച്ചനാദി ജപവും ഹോമവും അർച്ചനയും ചെയ്യണം. അപ്പൊ അർച്ചന ചെയ്യണം നമ്മളുടെ പറഞ്ഞു മനസ്സിലായി. അപ്പൊ നമ്മളുടെ ഒരു രോഗം ഗുണമാണെങ്കിലും നമ്മൾ ചെയ്യണം. ക്ഷേത്രത്തിൽ വന്നാലേ മനസ്സിലല്ലേ? അല്ലാതെ നിങ്ങൾ ഡാക്ടറിന്റെ പോയിട്ട് അതൊരു കൈകാരം ആ ഡാക്ടറിനെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷേത്രം എന്ത് ചെയ്യണം? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് എല്ലാം പിള്ളേരുണ്ട് അല്ലേ? നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും കേൾക്കുന്ന പിള്ളേരാണുള്ളത് അല്ലേ? അങ്ങനെ എത്ര പേർക്കാണുള്ളത്? ഞാൻ പറയുന്ന പോലെ എന്റെ മോനും എന്റെ മോളും കേൾക്കുന്നുണ്ട്. ആർക്കാണ്? ആർക്കില്ലേ? അപ്പൊ ഒന്ന് അപ്പൊ ഇതിന് കാരണം ആരാണ്? നിങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഒരു ജീവൻ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ വരുന്നത്. നമ്മളാണ് ആഹാരം കൊടുക്കുന്നത്, നമ്മളാണ് വളർത്തുന്നത്. നാളെ അത് വളർത്തുന്നത് നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷവും തരാം, ദുഃഖത്തിനെയും തരാം. അപ്പൊ അതിന് കാരണം ആരാണ്? അതിന് കാരണം ആരാണ്? നിങ്ങൾ തന്നെ ചെയ്യുന്നത്. ഒരു ജീവന് ഒരു കൊച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂമിക്ക് നമുക്ക് കെട്ടിടത്തുന്നു, അതിനെ വളർത്തുന്നുണ്ട്, അതിന് ആഹാരം കൊടുക്കുന്നുണ്ട്. നാളെ അത് വളർന്ന് നമുക്ക് എന്താവാം? ദുഃഖത്തിനെയും തരാം, സന്തോഷത്തിനെയും തരാം. ചിലപ്പോൾ നമുക്ക് ഒരു അടിയിൽ തരാം, ചിലപ്പോൾ എന്ത് ചെയ്യാം? കാര്യം തൊട്ട് തോന്നും. ഇതിന് കാരണം ആരാണ്? നമ്മളാണ്. എന്തുകൊണ്ടാണ് കാരണം? കാരണം വേറെ ഒന്നുമില്ല. നമ്മളെന്താണ്? കാരണം തെറ്റിദ്ധാരിക്കും. നിങ്ങൾ പറയാം എന്റെ മോനെ എന്താവും? നല്ല ദൈവഭക്തിയുണ്ട്, എന്റെ മോൾക്ക് എന്താവും? നല്ല ദൈവഭക്തിയുണ്ട്. കാരണം ഒന്നേ ഒന്ന്, നിശ്ചയമായിട്ടുള്ള ആ ഈശ്വര വിശ്വാസം നമ്മളെന്തോന്നില്ല കൊടുക്കാത്തതാണ് കാരണം. അപ്പൊ നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾ പഠിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പണം കൊടുക്കുന്നുണ്ട്, വീട് കൊടുക്കുന്നുണ്ട്, എല്ലാം എന്താണ്? എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സൗകര്യങ്ങളെയും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പിള്ളേർക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഭക്തി എന്നുള്ള ഈശ്വര വിശ്വാസം എന്നുള്ള ഒരു വിഷയത്തിൽ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന എല്ലാം എന്താവും? എന്റെ മക്കളൊക്കെ അനുഭവിച്ചിട്ട് ചിലപ്പോൾ എന്താവും? നാളെ എന്നെ കടുത്ത പിടിച്ചിട്ടിരിക്കുക വെളിക്കും. പക്ഷേ ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരു കൊച്ചാണെങ്കിൽ എന്താവും? നിങ്ങൾ ഒന്നും കൊടുത്തില്ല, പൈസ കൊടുത്തില്ല, വീട് കൊടുത്തില്ല, വസ്തു കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പക്ഷെ നിങ്ങൾ ആ കൊച്ചിന് ഒരു നല്ല ഒരു ദൈവ വിശ്വാസമുള്ള ഒരു ഭക്തനായിട്ട് നിങ്ങൾ വളർത്തുന്നു. എന്താവും? നിങ്ങളുടെ കാലം തൊട്ട്. അപ്പൊ നമുക്ക് ഈ ഈശ്വര വിശ്വാസം ഈ ഭക്തി എന്നുള്ളത് കൊടുക്കണോ വേണ്ടിയാണ്? നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഭക്തി. ഓരോ മനുഷ്യന്റെ ഉള്ളിലും രാവണനും നമ്മൾ നോക്കേണ്ടതായിട്ട് നമ്മൾ പരമാവധി രാമനാമനം ചെയ്യണം, ശ്രമിക്കണം. അപ്പൊ രാമനാമനെങ്കിൽ ദൈവവിശ്വാസം വേണം. ആ ദൈവവിശ്വാസം ഭക്തി നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രം നടത്താൻ കഴിയണം. അതാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ ഓരോ ഊരിലും ഓരോ ക്ഷേത്രം, ഓരോ നാട്ടിലും ഓരോ ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രം നമ്മളാണ് കേൾക്കുന്നത്, നമ്മളാണ് ഭൂമി പൈസ കൊടുക്കുന്നത്. പിന്നെ എന്താണ് ക്ഷേത്രം? നമുക്കൊന്നിനോട് തരുന്നില്ല അല്ലേ? ഒന്നും തരുന്നില്ല. കാരണം തന്നിട്ടുണ്ട്. ഞാൻ 5 കോടി രൂപ തരുന്നു. ആരെങ്കിലും ഒരാള് നമ്മുടെ ഞങ്ങളുടെ കയ്യിലില്ല, ഒരു 5 കോടി രൂപ തന്നാൽ ഈ 2 കണ്ണിനെ മാത്രം തരുമോ? ഇപ്പൊ ദേവി ഒന്ന് കേൾക്കുന്നത്. ഇപ്പൊ ഇതാ നമ്മുടെ മക്കൾ തന്നോട് കേൾക്കുന്നത്, ഞാൻ നിനക്ക് പൈസ എന്ന് പറയുന്നത് 5 കോടി രൂപ തരാം, 2 കണ്ണിനെ മാത്രം ഇങ്ങോട്ട് പിടിച്ചതാന്ന് കേട്ടാൽ ആരും കൊടുക്കാൻ കഴിയാം. അപ്പൊ കണ്ണിന്റെ വില 5 കോടിക്ക് എത്രയോ ഐശ്വര്യങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിൽ ദേവി. അപ്പൊ നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? ഒരു സ്വർണം കൊണ്ട് കൊടുത്താൽ അതിന് തുല്യമാവുമോ? 5 കോടിക്ക് അപ്പുറത്തുള്ള കണ്ണിന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു സ്വർണം കൊണ്ട് കൊടുത്തിട്ട് നാമജാതനൊക്കെ ഒരു സ്വർണം തന്നു, അല്ലെങ്കിൽ മാസത്തോളം ഇതിനെ 5000 രൂപ തരുന്നു, ഈ കൊലാവും ഒരിക്കലും തോന്നില്ല. ഈ നല്ല ശരീരം, ഈ നല്ല ചിന്താഗതിയും ഈ നല്ല ബുദ്ധി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ഷേത്രത്തിൽ വന്ന് ഒരു കൊണ്ട് എന്ത് ചെയ്യാം? നമസ്കരിക്കാമോ? മനസ്സിലെ കാരണം എന്താ? ഈ ജന്മം ആര് തന്നതാണ്? നിങ്ങൾ തന്നതാണ്. ഇതിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഞാൻ ഇന്ന ഇടത്ത് ഇന്നാർന്ന മകനായിട്ട് ഇന്ന കളറിൽ ഇന്ന ആണാ പെണ്ണാ നമ്മുടെ അച്ഛനമ്മ
വിചാരിച്ചാണ് ഇന്ന തരത്തിലേക്ക് കുളത്തിലേക്ക് ഒരാളെ കൊണ്ടെടുക്കുന്ന അല്ലെങ്കിൽ അവരും വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വിചാരിച്ചു ഈ ജന്മം നമ്മളുടെ ഡിസിഷൻ അല്ല, ദൈവം എന്നതാണ്. അപ്പം ഈ തന്ന ജന്മത്തിന് എന്താണ് നമ്മൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ കൈ കൊണ്ട് കൊടുക്കാൻ മനസ്സിലായി. നിങ്ങൾ എത്ര തന്നെ ലക്ഷം കൊടുത്താലും ഉണ്ടാവും. ദൈവം വിചാരിക്കും ഞാനൊക്കെ 5 കോടിക്കാൻ കൊടുക്കുന്നുള്ളത് എന്റെ ശരീരത്തിന് ഞാൻ നന്നിട്ടുണ്ട്, നീ തരുന്ന ഒന്നും എനിക്കുണ്ടാവില്ലായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ കൈയെടുത്ത് കൊടുക്കുന്ന ഈ ഭക്തി വിശ്വാസമാണ് കാണുന്നത് ക്ഷേത്രത്തിൽ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ അടുത്ത ജന്മം എന്താവും? ഒന്നുമില്ലെങ്കിലും ഇതുപോലെ ഒരാളായിട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഡീ പ്രൊമോഷൻ. അതെന്താണ് ഡീ പ്രൊമോഷൻ? മനസ്സിലായില്ലേ? ഡീ പ്രൊമോഷൻ ഇപ്പൊ നമ്മൾ എങ്ങനെ മനുഷ്യനായി ജനിപ്പെടുത്ത് വിചാരിച്ച് ജനിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് എന്താവും? ഓം നമോ ഭഗവതേ ഭദ്രായ സ്വാഹാ 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 നമസ്തേ സ്വാഹാ സ്വാഹാ. ഓം നമോ ദേവി മഹാദേവി ശിവായ സദാ നമഃ സ്വാഹാ സ്വാഹാ. ഓം നമോ ഭഗവതേ ഭദ്രായ ഓം ധ്യാതേത വിഷ്ണായ ധൂമ്രായ സവന നമഃ സ്വാഹാ സ്വാഹാ. ഓം ഹരി സൗമ്യായ രൗദ്രായ നമഃ സ്വാഹാ സ്വാഹാ. ഓം ജ്യോത്സ്നായ ചേതുർഭൂമേ ശിവായ സദാ നമഃ സ്വാഹാ സ്വാഹാ. ഓം കല്യാണേ പ്രധാം വൃദ്ധേ ചിത്തേ നമോ നമഃ സ്വാഹാ സ്വാഹാ. ഓം നൈതിഥ്യേ കുമാലക്ഷ്മേ സർവാണേ നമോ നമഃ സ്വാഹാ സ്വാഹാ. ഓം ദുർഗായ നമസ്തേ നമസ്തേ നമഃ സ്വാഹാ സ്വാഹാ. ഓം നമോ ദേവി മഹാദേവി ശിവായ നമഃ സ്വാഹാ സ്വാഹാ സ്വാഹാ. മാധവേ നമഃ പ്രാണാനാമോദ്ദമേ ഏകാനന്ദ ധൂമോദാനേ രക്തമണ്ഡാമണി നിശേഷിക്ത രക്തമീനതേ ദേവോപാവേ സുഭക്തം സുന്ദരാസനേ അംബേ നമസ്തേ സ്വാഹാ സ്വാഹാ. ഓം മാധവേ നമഃ പ്രാണാനാമോദ്ദമേ ഏകാനന്ദ Swah